ഓക്കെ, അപ്പൊ ഇന്നത്തെ ചാപ്റ്റർ വരുന്നത് പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. പൊതുജനാഭിപ്രായവും സമ്മർദ്ദ ഗ്രൂപ്പുകളും എന്നതാണ് ഇന്നത്തെ ചാപ്റ്ററിന്റെ കണ്ടന്റ്. അതിന്റെ പേരതാണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് എന്താണ് പൊതുജനാഭിപ്രായം, പബ്ലിക് ഒപ്പീനിയൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, എങ്ങനെയാണ് പൊതുജനാഭിപ്രായം ഉണ്ടാകുന്നത്, ഈ പൊതുജനാഭിപ്രായം കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ഗവൺമെന്റുമായി അതിന്റെ കണക്ഷൻ എങ്ങനെയൊക്കെയാണ്, അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ, പൊതുജനാഭിപ്രായത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, പൊതുജനാഭിപ്രായം പ്രസിദ്ധമാകുന്നത് അല്ലെങ്കിൽ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അത് വിളംബരം ചെയ്യുന്നതും ആഹ്വാനം ചെയ്യുന്നതൊക്കെ ഏത് രൂപത്തിലാണ്, അതിന്റെ മീഡിയകൾ ഏതൊക്കെയാണ്, ഈ അഭിപ്രായങ്ങൾ എത്തുന്ന അല്ലെങ്കിൽ പുറത്തു വരുന്ന മീഡിയാസ് ഏതൊക്കെ വിഭാഗങ്ങളിലൂടെയാണ് വരുന്നത്. ഇതാണ് ഇന്നത്തെ പാഠത്തിലെ ഒരു ഏരിയ. മറ്റൊന്ന് പ്രഷർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതെന്താണ് പ്രഷർ ഗ്രൂപ്പ്സ്, ഏതൊക്കെ തരത്തിലുള്ള പ്രഷർ ഗ്രൂപ്പുകൾ ഇന്ത്യയിലുണ്ട്, പ്രഷർ ഗ്രൂപ്പിന്റെ റോൾ എന്താണ്, ഇതാണ് ഇന്നത്തെ ഈ ഒരു പാഠത്തിലെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്. ഞാൻ അതിന്റെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ 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 അപ്പൊ നോക്കാം. ഇതില് ഞാൻ പറഞ്ഞു, പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് പൊതുജനാഭിപ്രായം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. വാട്ട് ഈസ് പബ്ലിക് ഒപ്പീനിയൻ? അതായത് ഒരു പ്രത്യേക സമയത്ത്, ഒരു നിശ്ചിത കാലയളവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ആ ഒരു കാലയളവില് ഒരു പൊതുവായിട്ടുള്ള ഒരു ഏതെങ്കിലും വിഷയത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക പദ്ധതികളെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസിഡന്റ്, ഏതൊരു സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ പൊതുവായിട്ട് ജനങ്ങൾക്ക് മൊത്തത്തിൽ താല്പര്യമുണർത്തുന്ന ഒരു വിഷയം, എന്ത് വിഷയം ആയിക്കോട്ടെ, ആ വിഷയത്തെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായത്തെയാണ് എന്താ പറയാ പബ്ലിക് ഒപ്പീനിയൻ അഥവാ പൊതു താല്പര്യം അല്ലെങ്കിൽ പൊതുജനാഭിപ്രായം എന്നൊക്കെ പറയുന്നത്. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലാരിറ്റി വരും. ഇപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ 2023-24 കാലഘട്ടത്തിൽ ജനങ്ങളുമായി സംബന്ധിക്കുന്ന ഒരു വിഷയം വന്നു എന്ന് സങ്കല്പിക്കുക, എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു സങ്കല്പിക്കുക. ആ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് പൊതുവായി ജനങ്ങളിൽ ഉണ്ടാകുന്ന അഭിപ്രായമുണ്ട്. അതാണ് ആക്ച്വലി പൊതു അഭിപ്രായം എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ കാലയളവിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ജനങ്ങൾക്കിടയിൽ നിന്നുണ്ടാവും. അത് പൊതു താല്പര്യം, ജനങ്ങളെല്ലാവരെയും ബാധിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ ഉൾക്കൊള്ളുന്ന വിഷയങ്ങളിലാണ് സാധാരണയായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവുക. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ പൊതു താല്പര്യം ഉണർത്തുന്ന വിഷയത്തെ കുറിച്ചുണ്ടാകുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന അഭിപ്രായം, അതിനെയാണ് പബ്ലിക് ഒപ്പീനിയൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് വലിയ റോൾ ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. ഈ ഒരു പബ്ലിക് ഒപ്പീനിയന് വലിയ റോള് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. എന്തൊക്കെയാണ് ആ റോള് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഈ റോളിന്റെ പ്രത്യേകതകൾ, ഈ ഈ പബ്ലിക് ഒപ്പീനിയന്റെ പ്രത്യേകതകൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. നമുക്കത് നോക്കുന്ന സമയത്ത് പബ്ലിക് ഒപ്പീനിയൻ ഈസ് നോട്ട് the unanimous opinion, but there is a general agreement on the issue. ഒരു പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അതൊരു മുഴുവൻ, അതായത് പരിപൂർണമായിട്ട് പ്രാപഞ്ചികമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഒന്നല്ല. ഒരു വിഭാഗം ആളുകളുടെ ആയിരിക്കും, മുഴുവൻ എല്ലാവരുടെയും അംഗീകാരമുള്ള ഒരു ഒപ്പീനിയൻ ഒന്നും ആയിരിക്കില്ല, യുനാനിമസ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആയിരിക്കില്ല. പക്ഷേ ഒരു വിഷയത്തിന്റെ മേലുള്ള പൊതുവായ ഒരു എഗ്രിമെന്റ് ആയിരിക്കും. കുറെ ആളുകളുടെ അല്ലെങ്കിൽ ഒരു കൂടുതൽ വിഭാഗത്തിന്റെ ഒരു അഭിപ്രായമായിരിക്കും. ഒരു പൊതുവായിട്ടൊരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് അതിൽ പലതരത്തിലുള്ള അഭിപ്രായം ഉണ്ടാവുമല്ലോ. 2 തരത്തിലുള്ള അഭിപ്രായം ഉണ്ടാവും, അല്ലെങ്കിൽ 3 തരത്തിലുള്ള അഭിപ്രായം ഉണ്ടാവും. ഇതൊക്കെ തന്നെയാണ് പബ്ലിക് ഒപ്പീനിയൻ തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു ഒരു യുനാനിമസ് ആയ ഒരു ഒപ്പീനിയൻ അല്ല, പ്രാപഞ്ചികമായി അല്ലെങ്കിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഒപ്പീനിയൻ അല്ല. പക്ഷേ
ഇതൊരു ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ്, ഒരു വിഷയത്തിന്റെ മേൽ ജനറൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ്. അപ്പൊ ആ ഒരു വിഷയത്തിന്റെ മേൽ തന്നെ 2-3 തരത്തിലുള്ള ഒപ്പീനിയൻസ് ഉണ്ടാകും. ഇപ്പൊ നമ്മുടെ ഉദാഹരണം പറയാം, നമ്മുടെ കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഒരു ജലകരാറുമായി സംബന്ധിക്കുന്ന, നമുക്കറിയാം നമ്മുടെ പിന്നെ നദിയിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുമായി ബന്ധപ്പെട്ടിട്ട് മുല്ലപ്പെരിയാറുമായി ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ ഈ വിഷയം ഇങ്ങനെ ഭയങ്കര തീവ്രമായി നിൽക്കുന്ന സമയത്ത് പബ്ലിക്കിന് ഒരു ഒപ്പീനിയൻസ് ഉണ്ടാവും. പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ കേരളക്കാർ കേരളത്തിന് അനുകൂലമായ രീതിയിലേക്കുള്ള ഒരു ഒപ്പീനിയൻ ആണ് പറയാ, ഇവിടുത്തെ ജനങ്ങൾ പറയാ അവരുടെ ഒപ്പീനിയൻ ആണ്. അതേ സമയത്ത് തമിഴ്നാട്ടിലുള്ള ജനങ്ങൾ പറയുന്ന ഒരു ഒപ്പീനിയൻ വേറെ ആയിരിക്കും. ഇത് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുക എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒപ്പീനിയൻ എടുക്കുന്ന സമയത്ത് രണ്ടും വ്യത്യസ്തമായ ഒപ്പീനിയൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഒപ്പീനിയൻ ഒരിക്കലും എന്തല്ല യുനാനിമസ് അല്ല എന്ന് പറയുന്നത്. അവർക്ക് എന്താ പറയാ അനുകൂലമായ രീതിയിൽ ഒപ്പീനിയൻ പറയും, നമ്മൾ നമുക്ക് അനുകൂലമായ ഒപ്പീനിയൻ പറയും. ഇനി നമ്മൾ രണ്ട് വിഭാഗമല്ലാത്ത മറ്റൊരു സ്റ്റേറ്റ് ഈ വിഷയത്തിൽ അവിടുത്തെ ജനങ്ങൾ ഇത് ചർച്ച ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഒപ്പീനിയൻസ് ആയിരിക്കും പറയാം. അപ്പൊ ഒപ്പീനിയൻ എല്ലായ്പ്പോഴും യുനാനിമസ് അല്ല, പക്ഷെ ഒരു വിഷയത്തിന്റെ മേലുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് എന്നാണ് ഒന്നാമത്തെ പബ്ലിക് ഒപ്പീനിയന്റെ ഒന്നാമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക് വരുന്നത്. ഇനി രണ്ടാമത്തത്, ഇറ്റ് മേ ചേഞ്ച് വിത്ത് ദി സർക്കംസ്റ്റൻസ്, ടൈം ആൻഡ് ന്യൂ ഇൻഫർമേഷൻ. ഈ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇറ്റ് മേ ചേഞ്ച്, അത് മാറാം, അത് മാറിക്കൊണ്ടിരിക്കും. വിത്ത് ദ സർക്കംസ്റ്റൻസ്, ടൈം ആൻഡ് ന്യൂ ഇൻഫർമേഷൻ. സാഹചര്യത്തിനനുസരിച്ചും സമയത്തിനനുസരിച്ചും പുതിയ ഇൻഫർമേഷൻ വരുന്നതിനനുസരിച്ചും ഈ പബ്ലിക് ഒപ്പീനിയൻസ് മാറിക്കൊണ്ടേയിരിക്കുമെന്നാണ് പറയുന്നത്. എന്നും ഒരേ ഒപ്പീനിയൻ ആയിക്കൊള്ളണമെന്നില്ല. ഓരോ കാലഘട്ടം മാറുമ്പോഴും ആ ഒപ്പീനിയൻസ് മാറിക്കൊണ്ടിരിക്കും. പുതിയ എന്താ പറയാ സാഹചര്യങ്ങൾ വരുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. പുതിയ ഇൻഫർമേഷൻസ്, പുതിയ നോളജ് ഇതൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായും ഈ പബ്ലിക് ഒപ്പീനിയൻ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ രണ്ടെണ്ണം പറഞ്ഞു. മൂന്നാമത്തത്, ദ പബ്ലിക് ഒപ്പീനിയൻ ഈസ് ലോജിക്കൽ ആൻഡ് കൺസിഡേർഡ് വ്യൂ ഓഫ് സെക്ഷൻ ഓഫ് സൊസൈറ്റി. ഈ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അത് ലോജിക്കൽ, യുക്തിപരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതെന്താണ്? കൺസിഡേർഡ് വ്യൂ ഓഫ് എ സെക്ഷൻ ഓഫ് സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിലെ സൊസൈറ്റിയിലെ ഒരു സെക്ഷൻ എന്റെ കാഴ്ചപ്പാടായിട്ടാണ് നമ്മൾ അതിന് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒപ്പീനിയൻസ് എല്ലായ്പ്പോഴും എവിടുന്നാണ് വരിക? ലോജിക്കലി, യുക്തിപരമായിട്ടാണ് ഉണ്ടാകുന്നത്. അത് സൊസൈറ്റിയിലെ ഒരു സെക്ഷന്റെ കാഴ്ചപ്പാടായിട്ടാണ് എന്ത് ചെയ്യുന്നത്, വ്യൂ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. ഇനി there is no fixed territory or area for public opinion. പബ്ലിക് ഒപ്പീനിയന് ഒരു ഫിക്സഡ് ആയ ഏരിയ ഒന്നും പറയുന്നില്ല. അതായത് ഇന്ന ഭാഗത്തുള്ള ആളുകൾ കൂടുന്നത് മാത്രമേ പബ്ലിക് ഒപ്പീനിയൻ ആവുള്ളൂ, ഇന്ന ഭാഗത്താവണം, അല്ലെങ്കിൽ ഇന്ന ഭാഗം കൂടിച്ചേരണം, അങ്ങനെയൊന്നുമില്ല. എവിടുന്നും ഏത് മേഖലയിൽ നിന്നും എന്ത് പറയാം, പബ്ലിക് ഒപ്പീനിയൻ പറയാം. അല്ലാതെ ഒരു ഫിക്സഡ് ഒരു ടെറിട്ടറി എന്ന് പറയുന്നില്ല, ഒരു ഭൂപ്രദേശം എന്തിനു പറയുന്നില്ല, ഈ പബ്ലിക് ഒപ്പീനിയന് വേണ്ടി പ്രത്യേകം എടുത്തു പറയുന്നില്ല. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പബ്ലിക് ഒപ്പീനിയൻ എൻഷുവേഴ്സ് ഡെമോക്രാറ്റിക് കമ്മ്യൂണിക്കേഷൻ. പബ്ലിക് ഒപ്പീനിയൻ എന്ത് ചെയ്യുന്നു, ഉറപ്പ് നൽകുന്നു എന്ത് കാര്യത്തില്? ഡെമോക്രാറ്റിക് കമ്മ്യൂണിക്കേഷൻ, ജനാധിപത്യ വിഭാഗവുമായി ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉറപ്പ് നൽകുന്നുണ്ട്. ഏത്? പബ്ലിക് ഒപ്പീനിയൻ. അപ്പൊ പബ്ലിക് ഒപ്പീനിയന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് കൊടുക്കുന്നത്. ഒന്ന്, ഇതൊരു പ്രാപഞ്ചികമായിട്ടില്ലെങ്കിൽ ഐക്യകണ്ഠേന എന്നൊക്കെ പറയില്ല, അതാണ് യുനാനിമസിന്റെ അർത്ഥം. ഒരു ഐക്യകണ്ഠേനയായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആവില്ല, പക്ഷെ ഒരു പൊതുവായ വിഷയത്തിന്റെ മേലുള്ള ഒരു പൊതുവായ എഗ്രിമെന്റ് ആയിട്ട് കൂട്ടാൻ പറ്റുള്ളൂ. രണ്ടാമത്തത്, ഇത് കാലത്തിനനുസരിച്ചും സമയത്തിനനുസരിച്ചും സാഹചര്യത്തിനനുസരിച്ചും നോളജ് കൂടുന്നതിനനുസരിച്ചൊക്കെ, ഇൻഫർമേഷൻ കൂടുന്നതിനനുസരിച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ്. അതുപോലെ തന്നെ ഇതൊരു സൊസൈറ്റിയിലെ ഒരു സെക്ഷൻ ആളുകളുടെ ഒരു വിഭാഗത്തിന്റെ ഒരു വ്യൂ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന് പ്രത്യേക ടെറിട്ടറി ഒന്നും പറയുന്നില്ല. മറ്റൊന്ന്, പബ്ലിക് ഒപ്പീനിയൻ ഡെമോക്രാറ്റിക്കുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്ന ഒരു മേഖല ഇതിന്റെ പ്രത്യേകതകളാണ്. ആ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഇതിന്റെ റോൾ, ഇതെല്ലാം നമുക്ക് ഇതിൽ ഒന്നിച്ച് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഈ റോളും അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്കും രണ്ടും കൂടി ഒരു എസ് ഒക്കെ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ വൃത്തിയായിട്ട് എഴുതി കൊടുക്കുക, എന്താണ് ഇതിന്റെ പ്രത്യേകത. ഇനി അതിന്റെ റോള് പറയുന്നുണ്ട്, സിഗ്നിഫിക്കൻസ് ആൻഡ് റോൾ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. പബ്ലിക് ഒപ്പീനിയന്റെ പ്രാധാന്യവും അതിന്റെ റോളും എന്താണ് എന്നുള്ളതാണ്.
എന്തൊക്കെയാണ് ഒരു പൊതുജനാഭിപ്രായത്തിന്റെ റോള്, അതിന്റെ പ്രാധാന്യം എല്ലാം ഒന്ന് തന്നെയാണ്. ഒന്നാമത്തെ ഒരു റോൾ എന്താണ്? ഗൈഡ് ടു ദി ഗവൺമെന്റ്. അത് ഗവൺമെന്റിനെ എന്ത് ചെയ്യുന്നു? ഗൈഡ് ചെയ്യുന്നു, നയിക്കുന്നു. ഇപ്പൊ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന പല നയങ്ങളിലും ഇടപെടാനും അതിലേക്ക് ആശയങ്ങൾ കൊടുക്കാനും അതിലേക്ക് അഭിപ്രായങ്ങൾ കൊടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട്, ഗൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെന്റിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിനെ ഗൈഡ് ചെയ്യാൻ ആർക്ക് സാധിക്കുന്നുണ്ട്? പബ്ലിക് ഒപ്പീനിയന് സാധിക്കുന്നുണ്ട്. പലപ്പോഴും ഗവൺമെന്റ് എടുക്കുന്ന പല തീരുമാനങ്ങളും ഈ പബ്ലിക് ഒപ്പീനിയന്റെ ഭാഗമായിട്ട് വരാറുണ്ട്. രണ്ടാമത്തത് ഹെൽപ്പിംഗ് ഇൻ ലോ മേക്കിംഗ്. ഹെൽപ്പിംഗ് ഇൻ ലോ മേക്കിംഗ് എന്ന് പറഞ്ഞാല് നിയമസഭകളിലോ രാജ്യസഭകളിലോ ലോകസഭകളിൽ പോലത്തെ സഭകളിൽ നമ്മുടെ ലോ മേക്കിംഗ് നടക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് അതൊക്കെ. നമ്മൾ നേരത്തെ പഴയ ചാപ്റ്ററുകൾ പഠിച്ചു പോയിട്ടുള്ളതാണ്. ലോ മേക്കിംഗ് നടക്കുന്നത് രാജ്യസഭയിലും ലോകസഭയിലും നിയമസഭയിലൊക്കെയാണ്. അങ്ങനെയുള്ള ഈ സഭകളില് ലോ മേക്കിംഗ്, നിയമനിർമ്മാണത്തിന് എന്ത് ചെയ്യുന്നു? ഇത് സഹായിക്കുന്നു. പല നിയമങ്ങളും നിർമ്മാണം നടത്തുന്ന സമയത്ത് കാലിക പ്രസംഗം എന്താ പറയാ സമകാലികമായി നിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്രശ്നങ്ങളിലൊക്കെ ഗവൺമെന്റിന് പല രീതിയിലുള്ള തീരുമാനമെടുക്കുമ്പോഴും ഈ പബ്ലിക് ഒപ്പീനിയനെ എന്ത് ചെയ്യാറുണ്ട്? പരിഗണിക്കാറുണ്ട്. പൊതുജനത്തിന്റെ അഭിപ്രായത്തെ അവിടെ പരിഗണിക്കാറുണ്ട്. അപ്പൊ നിയമനിർമ്മാണം നടത്താനും ഇത് സഹായിക്കുന്നു. മറ്റൊന്ന് ആക്ട്സ് ആസ് വാച്ച് ഡോഗ്. ഒരു കാവൽ നായയെ പോലെ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ ഗവൺമെന്റ് അവരുടെ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായിട്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത് അതിനെ ചൂണ്ടിക്കാണിക്കാനും അതിനെതിരെ ശബ്ദമുയർത്താനും അഭിപ്രായമുയർത്താനും പബ്ലിക് വിഭാഗം തയ്യാറാകുമ്പോൾ അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻസ് അവിടെ വരുന്ന സമയത്ത് പലപ്പോഴും ഗവൺമെന്റ് അവരുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരും. ഗവൺമെന്റ് അവരുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് കണ്ടെങ്കിൽ സ്വാഭാവികമായും പൊതുജനങ്ങൾ സംസാരിക്കുമല്ലോ, അഭിപ്രായം പറയുമല്ലോ. അപ്പോ അങ്ങനെ ആയതുകൊണ്ട് ഇതിന് എന്ത് പറയാറുണ്ട്? ആക്ട്സ് ആസ് എ വാച്ച് ഡോഗ്. കാവൽ നായയെ പോലെയാണെന്നാണ്. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ച് അവരുടെ കൃത്യമായി എന്താ പറയാ അവരുടെ ഇച്ഛക്കനുസരിച്ചാണോ അല്ലെങ്കിൽ ജനഹിതത്തിനനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ കൃത്യമായി നോക്കിക്കാണുന്ന ഒരു സംവിധാനമാണ് പബ്ലിക് ഒപ്പീനിയൻ. അതുപോലെ തന്നെ പ്രൊട്ടക്ട്സ് ദ റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ്. ഈ പൊതുജനാഭിപ്രായം ജനങ്ങളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യം എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ട് ചെയ്യുന്നു. ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് മേൽ ഗവൺമെന്റിന്റെ ഏതെങ്കിലും നയങ്ങൾ അതിര് കടന്നാലും അല്ലെങ്കിൽ എതിര് പ്രവർത്തിക്കുമ്പോഴൊക്കെ പൊതുജനാഭിപ്രായം അവിടെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നുണ്ട്. ജനങ്ങൾ അതിനെ പ്രതികരിക്കും. ഈ ജനങ്ങൾ പ്രതികരിക്കുന്നത് പൊതു അഭിപ്രായ രൂപത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഒരു സിസ്റ്റത്തിലൂടെ പൊതുജനാഭിപ്രായം വരുന്നതിലൂടെ പലപ്പോഴും ഗവൺമെന്റിന് അവരുടെ റൈറ്റ്സ്, സാധാരണക്കാരുടെ റൈറ്റ്സും ലിബർട്ടീസും ഒന്നും ഹനിക്കാൻ സാധിക്കാതെ വരും എന്നർത്ഥം. ഇപ്പൊ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആക്ട്സ് ആസ് എ പവർഫുൾ ഫോഴ്സ് ഇൻ ഇന്റർനാഷണൽ സ്ഫിയർ. ആഗോളതലത്തില് ഇന്റർനാഷണൽ ഭൂഖണ്ഡ തലത്തിലൊക്കെ ഇതൊരു വളരെ ശക്തമായ ഫോഴ്സായിട്ട്, പവർഫുൾ ഫോഴ്സായിട്ട് നിലകൊള്ളുന്നു ലോക രാജ്യങ്ങളിൽ മുഴുവൻ. ഇപ്പൊ ഉദാഹരണം പറയാം. ഇപ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇസ്രായേൽ ഫലസ്തീൻ വിഷയം. ഇസ്രായേൽ ഫലസ്തീൻ വിഷയം വരുന്ന സമയത്ത് ലോക രാജ്യങ്ങളുടെ മുഴുവൻ അഭിപ്രായങ്ങൾ അവിടെ വരുന്നുണ്ട്. അതൊരു പൊതുജനാഭിപ്രായ രൂപം പോലെ തന്നെ, പബ്ലിക് ഒപ്പീനിയൻ പോലെ തന്നെയാണ്. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വരുന്ന സമയത്ത് അത് ലോകത്താകമാനം അതൊരു പവർഫുൾ ഫോഴ്സ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യുന്നുണ്ട് എല്ലായ്പ്പോഴും ഇത് ഈ പബ്ലിക് ഒപ്പീനിയൻ. അപ്പോ പബ്ലിക് ഒപ്പീനിയനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 പോയിന്റ് എന്ന് പറഞ്ഞത്, ഒന്ന് പബ്ലിക് ഒപ്പീനിയന്റെ പ്രത്യേകതകൾ, ക്യാരക്ടറൈസ്റ്റിക്സ് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിന്റെ റോളും സിഗ്നിഫിക്കൻസും ആണ് പറഞ്ഞത്. ഇതിന്റെ എന്തൊക്കെ റോളാണുള്ളതാണ് പറഞ്ഞത്. ഇനി അടുത്തൊരു പോയിന്റ് വരുന്നത് ഈ പബ്ലിക് ഒപ്പീനിയൻ എവിടൊക്കെയാണ് പ്രകടമാകുന്നത്, അല്ലെ എങ്ങനെയൊക്കെയാണ് ഇത് പുറത്തേക്ക് അറിയപ്പെടുന്നത്, ഇത് ഏതൊക്കെ ഏജൻസിയിലൂടെയാണ് പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാകുന്നത്, ഇതൊക്കെയാണ് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏജൻസീസ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. പബ്ലിക് ഒപ്പീനിയന്റെ ഏജൻസീസ് ഏതൊക്കെയാണ്? നമുക്കറിയാം, പൊതുജനാഭിപ്രായം വരുന്നത് പല പല വഴികളിലൂടെയും പല ഭാഗങ്ങളിലൂടെയൊക്കെ ആയിരിക്കും. അത് ഉത്ഭവിക്കുന്നതും അത് പുറത്തേക്ക് അറിയുന്നതും ഒക്കെ വ്യത്യസ്തമായ ചാനലുകളിലൂടെയാണ്. ഒന്ന്, അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വലിയ തോതിൽ
പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുന്നു, ഉണ്ടാകുന്നു. ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മളെ രാജ്യത്ത് നടക്കുന്ന പല വിഷയങ്ങളിലും നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ക്യാമ്പസുകളിലെ കുട്ടികൾ പ്രതികരിക്കാറുണ്ട്, സമരം നടത്താറുണ്ട്, അവരതിന് അഭിപ്രായം വരാറുണ്ട്. അപ്പോൾ ഈ ക്യാമ്പസുകൾക്കുള്ളിൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനമായതുകൊണ്ട് വിദ്യാഭ്യാസമുള്ള ആളുകൾക്കിടയിൽ പെട്ടെന്ന് തന്നെ പബ്ലിക് ഒപ്പീനിയൻസ് രൂപപ്പെടാറുണ്ട്. അപ്പോൾ പബ്ലിക് ഒപ്പീനിയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മാത്രമല്ല വിദ്യാഭ്യാസത്തിലൂടെയും കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചില വീക്ഷണങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഒരു പബ്ലിക് ഒപ്പീനിയന്റെ ഏജൻസി ആയിട്ടാണ് കണക്കാക്കുന്നത്. രണ്ടാമത്തെ ഒരെണ്ണം പ്രസ്. പ്രസ് എന്ന് പറയുന്നത് പ്രിന്റിംഗ് മേഖല, നമ്മളെ പത്ര മാധ്യമ വിഭാഗം, അതും എന്താണ്, പബ്ലിക് ഒപ്പീനിയന്റെ ഒരു എന്താ പറയാ ഏജൻസിയാണ്. പല അഭിപ്രായങ്ങളും നമുക്കറിയാലോ, പല അഭിപ്രായങ്ങളും വിഷയങ്ങളൊക്കെ പൊതുജനങ്ങളെ അറിയുന്നതും അത് പ്രകടിപ്പിക്കുന്നതും ഭരണാധികാരികൾ അറിയുന്നതൊക്കെ പലപ്പോഴും പ്രസ് മീഡിയയിലൂടെയാണ്, മാധ്യമങ്ങളിലൂടെ. അപ്പൊ അതും എന്താണ്, ഒരു പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് പബ്ലിക് ഒപ്പീനിയന്റെ ഏജൻസിയാണ്. അടുത്തത് റേഡിയോ ടെലിവിഷൻ ചാനലുകളിലൂടെ, ന്യൂസിലൂടെ, മീഡിയകളിലൂടെ, FM റേഡിയോകളിലൂടെ ഒക്കെ പൊതുജനാഭിപ്രായങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, രംഗത്ത് വരാറുണ്ട്. അതുപോലെ പബ്ലിക് മീറ്റിംഗ്, പൊതു മീറ്റിങ്ങുകൾ ഉണ്ടല്ലോ, എന്താ പറയാ, ജനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് അവിടെ ആ സമയത്തുള്ള കാതലായ വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ അവിടെയും എന്താണ്, അത് ഒരു പൊതു പിന്നെ ഒപ്പീനിയൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു വേദിയായി മാറുന്നത് കൊണ്ട് പബ്ലിക് മീറ്റിംഗ്സും എന്താണ്, പബ്ലിക് ഒപ്പീനിയന്റെ ഒരു ഏജൻസിയാണ്. അടുത്തത് പൊളിറ്റിക്കൽ പാർട്ടീസ് ദയർ ആക്ടിവിറ്റീസ്. പൊളിറ്റിക്കൽ പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികളും ഒരു പരിധിവരെ എന്താണ്, സമ്മർദ്ദമല്ല, പബ്ലിക് ഒപ്പീനിയന്റെ വേദിയാണ്. പൊളിറ്റിക്കൽ പാർട്ടികളിൽ രൂപപ്പെടുന്ന പല അഭിപ്രായങ്ങളുണ്ട്, അവരിലൂടെ അവരുടെ ആക്ടിവിറ്റികളൊക്കെ ഇതിന്റെ പബ്ലിക് ഒപ്പീനിയന്റെ ഒരു ഏജൻസി ആയിട്ട് പരിഗണിക്കുന്നുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണ രീതികളുണ്ട്. രാഷ്ട്രീയത്തിലൂടെ തന്നെ, രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളിലൂടെയാണ്, ജനങ്ങൾ വസിക്കുന്ന ജനങ്ങളുടെ സൊസൈറ്റിയിലൂടെ രൂപപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പൊ രാഷ്ട്രീയത്തിലൂടെ തന്നെ എന്തും രൂപപ്പെടുന്നുണ്ട്, സാമൂഹ്യവൽക്കരണം വരുന്നുണ്ട്. ഈ ഒരു മാർഗത്തിലൂടെ അവിടെ എന്ത് വരുന്നുണ്ട്, പൊതു അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എന്നർത്ഥം. പിന്നെ ഈ ഏജൻസിയായിട്ട് പരിഗണിക്കുന്നത് ഒപ്പീനിയൻ പോൾസ് ആണ്. പോൾസ് പറഞ്ഞാൽ നമ്മൾ വോട്ടിംഗ് ഉണ്ടല്ലോ, അഭിപ്രായ വോട്ടെടുപ്പ്, സർവേകൾ, അഭിപ്രായ സർവേ, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതും ഒരു പബ്ലിക് ഒപ്പീനിയൻ ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ഇപ്പോൾ ചില ജനങ്ങളുടെ ചില അഭിപ്രായം അറിയുന്നതിന് വേണ്ടിയിട്ട് മുൻകൂട്ടിയിട്ടൊക്കെ പല അഭിപ്രായ സർവേകൾ നടത്താറ്, ഇലക്ഷൻ സമയത്ത് നടത്താറുണ്ട്, എന്താണ് ജനങ്ങളുടെ അഭിപ്രായം എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒപ്പീനിയൻ പോൾസും എന്ത് തന്നെയാണ്, ഇതിന്റെ ഒരു ഏജൻസിയാണ്. അപ്പോൾ ഈ പറയപ്പെടുന്ന ഇത്രയും കാര്യങ്ങളെയാണ് പബ്ലിക് ഒപ്പീനിയന്റെ ഏജൻസികൾ എന്ന് പറയപ്പെടുന്നത്. ഒന്ന് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, പിന്നെ പ്രസ്, റേഡിയോ, ടെലിവിഷൻ, പബ്ലിക് മീറ്റിംഗ്, പൊളിറ്റിക്കൽ പാർട്ടികൾ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ, ഒപ്പീനിയൻ പോൾസ്. ഇതൊക്കെയാണ് നിലവിൽ പബ്ലിക് ഒപ്പീനിയൻ എന്നതിന്റെ ഏജൻസികളായിട്ട് പരിഗണിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് 3 പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. എന്താണ് പബ്ലിക് ഒപ്പീനിയൻ, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിന്റെ റോൾ എന്തൊക്കെയാണ്, പബ്ലിക് ഒപ്പീനിയന്റെ ഏജൻസികൾ ഏതൊക്കെയാണ്. ഈ 3 പോയിന്റുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റ് പരീക്ഷയ്ക്ക് ചോദിക്കും. അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് ഈ പബ്ലിക് ഒപ്പീനിയനുമായി കറക്റ്റ് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ് പ്രഷർ ഗ്രൂപ്പ്സ്, സമ്മർദ്ദ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ തൽപര ഗ്രൂപ്പുകൾ എന്നൊക്കെയാണ് അതിനർത്ഥം. സമ്മർദ്ദ ഗ്രൂപ്പുകൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം, സമ്മർദ്ദം കൊടുക്കുന്ന ഗ്രൂപ്പ്, ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മേലെ പ്രഷർ കൊടുക്കുന്നുണ്ടെങ്കിൽ, സമ്മർദ്ദം കൊടുക്കുന്നുണ്ടെങ്കിൽ, അതൊരു ഗ്രൂപ്പ് വൈസ് ആണ് കൊടുക്കുന്നെങ്കിൽ ആ ഗ്രൂപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രഷർ ഗ്രൂപ്പ് എന്ന്. നമ്മളിവിടെ പ്രധാനമായിട്ടും പ്രഷർ ഗ്രൂപ്പിനെ പരിഗണിക്കുന്നത് ഭരണസിരാ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് വിഭാഗങ്ങളെ പ്രഷർ ചെയ്യാൻ, അവരെ കൃത്യമായിട്ട് സമ്മർദ്ദത്ത് കാര്യങ്ങൾ നേടിയെടുക്കാനും കാര്യങ്ങൾ അവതരിപ്പിക്കാനുമുള്ള ഒരു സംവിധാനമാണ് പ്രഷർ ഗ്രൂപ്പ്. നേരത്തെ പറഞ്ഞത് പൊതു അഭിപ്രായങ്ങളാണ്. ഈ പൊതു അഭിപ്രായങ്ങൾ ഇങ്ങനെ മീഡിയയിലൂടെയും മീറ്റിങ്ങിലൂടെ ഒക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നടക്കുന്നു എന്നല്ലാതെ അതില് ചില സമയത്ത് മാത്രമേ ആരെന്ത് ചെയ്യുള്ളൂ, ഗവൺമെന്റ് അതിനെ അനുകൂലിക്കുള്ളൂ.
ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു വിഷയം നടക്കുന്നു, ആ വിഷയത്തിനെതിരെ ശക്തമായി ജനങ്ങളുടെ പബ്ലിക് ഒപ്പീനിയൻ വരുന്നു. ഈ പബ്ലിക് ഒപ്പീനിയൻ റേഡിയോയിലൂടെ വരുന്നു, മീറ്റിംഗിൽ പറയുന്നു, അതുപോലെ തന്നെ പാർട്ടികൾ ചർച്ച ചെയ്യുന്നു, പത്രങ്ങളിൽ വരുന്നു, കോളേജുകളിൽ ചർച്ച ചെയ്യുന്നു, എല്ലാ മേഖലയും ചർച്ച ചെയ്യുന്നു. പക്ഷേ പലപ്പോഴും അത് അങ്ങനെയൊക്കെയാണെങ്കിലും ഗവൺമെന്റ് ലോ മേക്കിങ്ങിന്റെ സമയത്തോ നിയമനിർമ്മാണം നടത്തുന്ന സമയത്തൊന്നും ഇത് പരിഗണിക്കാതെ വരും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഗവൺമെന്റിനെ എന്താ പറയാ സഹായിക്കുന്നു, ഗവൺമെന്റിനെ ഒരു പിന്നെ വാച്ച് ഡോഗിനെ പോലെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇത് അംഗീകരിക്കാത്ത ഒരു സമയം വരുന്ന സമയത്ത് പലപ്പോഴും ഗവൺമെന്റിലേക്ക് പ്രഷർ ചെയ്യേണ്ടി വരും. പ്രഷർ ചെയ്യുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പ്രഷർ ചെയ്യാൻ കഴിയില്ല. അപ്പൊ പ്രഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഗ്രൂപ്പുകൾ ഉണ്ടാവും. ആ ഗ്രൂപ്പിലൂടെ പ്രഷർ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ ഗവൺമെന്റുകൾക്ക് അത് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ഇപ്പോ ഇന്ത്യയിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിരുന്നു നമ്മളെ കർഷകരുടെ സമരം, അല്ലെ? കർഷകരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പല രീതിയിലുള്ള ഒപ്പീനിയൻസും മറ്റും കാര്യങ്ങളൊക്കെ മീറ്റിങ്ങിലൂടെയും പത്രത്തിലൂടെയും ഒക്കെ അവരുടെ പബ്ലിക് ഒപ്പീനിയൻസ് ഒക്കെ പുറത്തുവിട്ടെങ്കിൽ പോലും ഗവൺമെന്റ് വഴങ്ങിയില്ല. ഇത് വഴങ്ങിയില്ല എന്ന് കണ്ടപ്പോൾ അവരുടെ ഗ്രൂപ്പ്, കിസാൻ ഗ്രൂപ്പുകൾ, കാർഷിക ഗ്രൂപ്പുകൾ ഗവൺമെന്റിലേക്ക് സമ്മർദ്ദം കൊടുക്കാൻ വേണ്ടി സമരം ചെയ്യാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ പാർട്ടികൾക്ക് പ്രഷർ കൊടുക്കുന്നു, ഭരിക്കുന്ന പാർട്ടികളുടെ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് പ്രഷർ കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ സമ്മർദ്ദം കൊടുക്കുന്ന ഭരിക്കുന്ന പാർട്ടികൾക്ക് സമ്മർദ്ദം കൊടുക്കുന്ന ഗ്രൂപ്പുകളെയാണ് പ്രധാനമായിട്ട് പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി ഈ പ്രഷർ ഗ്രൂപ്പുകൾ, അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രഷർ ഗ്രൂപ്പുകളുണ്ട്, അതിൽ നമുക്കിവിടെ ബോക്സിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത 4 പോയിന്റുകളാണ്. സത്യത്തിൽ 4 പോയിന്റുകളല്ല, ഇതെല്ലാതും വേറെ പോയിന്റുകളുണ്ട്. ഒന്ന്, പ്രൊഫഷൻ പ്രഷർ ഗ്രൂപ്പ്സ്. പ്രൊഫഷൻ പ്രഷർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് ജോലി സംബന്ധമായ അഥവാ ഉന്നത ജോലികളുള്ള വലിയ വലിയ എന്താ പറയാ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാര്, അതുപോലെ തന്നെ ഹൈ ലെവൽ ബിസിനസ്, ഇങ്ങനെയുള്ള ആളുകളുടെ പ്രഷർ ഗ്രൂപ്പ് ഉണ്ട്. ഈ പ്രഷർ ഗ്രൂപ്പിലൂടെയാണ് ഇപ്പൊ പ്രത്യേകിച്ച് ഇന്ത്യയിലെ പല ബിസിനസ് കേന്ദ്രങ്ങളുടെയും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യാറുണ്ട്, അവരുടെ പ്രത്യേകമായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളിലൂടെയാണ് സമ്മർദ്ദം കൊടുക്കുക. ഇവർ സമ്മർദ്ദം കൊടുക്കാൻ വേണ്ടി ഇവർക്ക് എല്ലായ്പ്പോഴും ഇവരെ ചാഞ്ഞു നിൽക്കുന്ന, ഇവരോട് അനുകൂലിക്കുന്ന പാർട്ടികളും ഉണ്ടാകും, നേതാക്കന്മാരുണ്ടാകും, പത്രങ്ങളും ഉണ്ടാകും. ഇവരൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അവരെന്ത് ചെയ്യും, ഫോഴ്സ് ചെയ്യും, ഗവൺമെന്റിലേക്ക് ഫോഴ്സ് ചെയ്തിട്ട് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇവര് പ്രൊഫഷൻ പ്രഷർ ഗ്രൂപ്പ് അതിലൊരു ക്ലാസിഫിക്കേഷനിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. അടുത്തത് സോഷ്യോ കൾച്ചറൽ പ്രഷർ ഗ്രൂപ്പ് ഉണ്ട്. സാമൂഹിക സാംസ്കാരികമായ പ്രഷർ ഗ്രൂപ്പുകൾ. സാമൂഹികപരമായിട്ട് പല അസോസിയേഷനുകളും പല കൾച്ചറൽ സംഘങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന വിഭാഗവും ഗവൺമെന്റിലേക്ക് അവരുടേതായ രീതിയിൽ അവരെന്ത് ചെയ്യാറുണ്ട്, സമ്മർദ്ദം ചെലുത്താറുണ്ട്, പ്രഷർ ചെയ്യാറുണ്ട്. അപ്പൊ രണ്ടാമത്തെ വിഭാഗം സോഷ്യോ കൾച്ചറൽ ഗ്രൂപ്പാണ്. സാംസ്കാരിക ഗ്രൂപ്പുകൾ, ഒരുപാട് സംഘടനകൾ അതിലുണ്ടായിരിക്കും. ആ സംഘടനകളൊക്കെ അവരുടെ പവർ ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യാറുണ്ട്, പ്രഷർ ചെയ്യാറുണ്ട്. മറ്റൊന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ട്. അതായത് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് ശരിക്കും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിൽ ഈ സ്ഥാപനങ്ങൾ ഉദ്ദേശിക്കുന്നത് റിലീജിയസ് ആയ, കാസ്റ്റായ, അങ്ങനെയുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രഷർ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞ വിഭാഗമുണ്ട്. പിന്നെ അഡ്ഹോക്ക് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അഡ്ഹോക്ക് എന്ന് പറയുന്നത് താൽക്കാലികമായി ഉണ്ടാക്കണം. നേരത്തെ പറഞ്ഞ 3 എണ്ണവും വളരെ നേരത്തെ ഉള്ളതും പല വർഷങ്ങളായിട്ടുള്ള പല ഗ്രൂപ്പുകളായിരിക്കും. ഇനി പ്രഷർ ഗ്രൂപ്പിന്റെ അഡ്ഹോക്ക് എന്ന് പറയുന്നത് ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി താൽക്കാലികമായി രൂപപ്പെടുത്തുകയും ഉണ്ടാക്കുകയും എന്നിട്ട് ആ കാര്യത്തിന് വേണ്ടി പ്രഷർ കൊടുക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ് അഡ്ഹോക്ക് ഗ്രൂപ്പുകൾ. ഇനി ഇതിന്റെ ഗ്രൂപ്പിനെ ഒന്നും കൂടി വിശദീകരിച്ച് പറയാൻ വേണ്ടി താഴെ കൊടുത്തു നോക്കൂ. ബിസിനസ് ഗ്രൂപ്പുകളുണ്ട്, ട്രേഡ് യൂണിയനുകളുണ്ട്. ഈ നമ്മളെ പല പാർട്ടിയുടെയും ട്രേഡ് യൂണിയനുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പല എന്താ പറയാ, ഇപ്പോ വാഹന ഗ്രൂപ്പുകൾ, പിന്നെ യൂണിയന്മാരുടെ ഗ്രൂപ്പുകൾ, പിന്നെ അതുപോലെ തന്നെ വ്യാപാരി ഗ്രൂപ്പുകൾ, വ്യാപാരി വ്യവസായി അസോസിയേഷൻ, അങ്ങനെ ഒരുപാട്, എല്ലാത്തിനും അസോസിയേഷൻ ആണല്ലോ. നമ്മളെ നാട്ടില് ഗ്രൂപ്പില്ലാത്ത വിഭാഗമില്ല. അപ്പൊ ട്രേഡ് യൂണിയൻസിന്റെ വിഭാഗം, അതുപോലെ തന്നെ പീസന്റ് ഗ്രൂപ്പ്സുകൾ ഉണ്ട്, സ്റ്റുഡന്റ് ഗ്രൂപ്പ്സ്. ഇതൊന്നും നമ്മളിവിടെ അത്ര സ്റ്റുഡന്റ് ഗ്രൂപ്പുകൾ ഉണ്ട്, നമ്മളെ SFI, അതുപോലെ തന്നെ
MSF ഇങ്ങനെ പറഞ്ഞിട്ട് വിദ്യാർത്ഥികളുടെ സംഘടന, രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിൽ പോലും വിദ്യാർത്ഥികളുടെ സംഘടനകളുണ്ട്. അങ്ങനെയുള്ള സംഘടനകളും എന്ത് ചെയ്യാറുണ്ട്, ആ ഗ്രൂപ്പുകൾ പ്രഷർ കൊടുക്കാറുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ടീച്ചേഴ്സിന്റെ അസോസിയേഷൻസ് ഉണ്ട്, പല പാർട്ടിക്കും പല ടീച്ചേഴ്സ് അസോസിയേഷൻ ഉണ്ട്. അതുപോലെ കാസ്റ്റ് ആൻഡ് റിലീജിയസ് പാർട്ടികളുണ്ട്. ഇപ്പൊ നമുക്ക് മുസ്ലിംസിന് ഒരുപാട് പാർട്ടികളുണ്ട്, മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, സുന്നി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാസ്റ്റ് ആൻഡ് റിലീജിയസ് ഗ്രൂപ്പുകളുണ്ട്. ഇതേപോലെ മറ്റു വിഭാഗത്തിലുണ്ട്. ഇപ്പൊ നമുക്ക് പിന്നെ ഹിന്ദു വിഭാഗത്തിൽ നോക്കി കഴിഞ്ഞാൽ തട്ടാൻ അസോസിയേഷൻ, തട്ടാന്മാരുടെ, അതുപോലെ തന്നെ കൊല്ലന്മാരുടെ, ഇങ്ങനെ എല്ലാ വിഭാഗത്തിന്റെ അസോസിയേഷൻ. അതുപോലെ വുമൻസ് അസോസിയേഷൻസ്, ഇങ്ങനെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരുപാട് അസോസിയേഷൻ. ഇതെല്ലാം ഇത് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ തന്നെ അവരുടെ കഴിവനുസരിച്ച് അവർ ഗവൺമെന്റിലേക്ക് എന്ത് ചെയ്യാറുണ്ട്, സമ്മർദ്ദം കൊടുക്കാറുണ്ട്. ഇതാണ് പ്രഷർ ഗ്രൂപ്പുകളുടെ ഒരു ക്ലാസിഫിക്കേഷൻ. ഇനി ഇതിൽ ജസ്റ്റ് നമ്മൾ അറിയേണ്ട ഒരൊറ്റ പോയിന്റ് ഉള്ളൂ, റോൾ ആൻഡ് നേച്ചർ ഓഫ് പ്രഷർ ഗ്രൂപ്പ്. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സമയത്ത് ഈ പ്രഷർ ഗ്രൂപ്പിന്റെ റോള് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, വാട്ട് ആർ ദ റോൾ ഓഫ് പ്രഷർ ഗ്രൂപ്പ് ഇൻ ഇന്ത്യൻ എക്കോണമി, അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ്, അല്ലെങ്കിൽ എന്താ പറയാ ജുഡീഷ്യറി സിസ്റ്റം. ഈ ജുഡീഷ്യറി സിസ്റ്റത്തിലോ അല്ലെങ്കിൽ പിന്നെ ജനാധിപത്യത്തിലോ അല്ലെങ്കിൽ ഭരണത്തിലോ ഈ പ്രഷർ ഗ്രൂപ്പിന്റെ റോൾ എന്താണെന്നുള്ളതാണ്. ഈ റോള് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇവരുടെ റോള് എന്ന് പറയുന്നത് ആനുകാലികമായി നടക്കുന്ന പല വിഷയങ്ങളിലും ഗവൺമെന്റിലേക്ക് സമ്മർദ്ദം കൊടുത്ത് ജനഹിതമായ രീതിയിൽ കാര്യങ്ങൾ നേടിയെടുക്കുക. ഇത് ജനഹിതമായിക്കൊള്ളുന്നില്ല കേട്ടോ. ഈ ഓരോ ടീമിനും അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ചില കാസ്റ്റുകൾ സമ്മർദ്ദം കൊടുക്കുമ്പോൾ അവർക്ക് പ്രത്യേക റിസർവേഷൻ കിട്ടാൻ വേണ്ടി അവരെന്ത് ചെയ്യും, ഗവൺമെന്റിലേക്ക് പ്രഷർ കൊടുക്കും. ചില അധ്യാപക സംഘടനകൾ അവരുടെ പ്രത്യേക കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സമ്മർദ്ദം കൊടുക്കും. ഇങ്ങനെ ആ വിഭാഗത്തിന് അനുയോജ്യമായ രീതിയിൽ പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രഷർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ റോള് എന്ന് പറയുന്ന സമയത്ത് ഭരണസിരാ കേന്ദ്രങ്ങൾ, ഭരിക്കുന്ന ആളുകളിൽ നിന്ന് പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയും, അതുപോലെ ആനുകാലികമായ പല വിഷയങ്ങളിലും ഈ സർക്കാരുകൾ കൈക്കൊള്ളുന്ന തെറ്റായ നയങ്ങൾക്കെതിരൊക്കെ പ്രഷർ കൊടുത്ത് തിരുത്തപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്താണ് പലപ്പോഴും നേരത്തെ പറഞ്ഞ പബ്ലിക് ഒപ്പീനിയൻ പോലെ തന്നെ ഈ പ്രഷർ ഗ്രൂപ്പ് ഇത്തരം കാര്യങ്ങൾ പ്രഷർ കൊടുക്കുമ്പോഴാണ് പല മാറ്റങ്ങളും ചെയ്യേണ്ടി വരുന്നത്. ഗവൺമെന്റിന് പലപ്പോഴും തിരുത്തി മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. ഇപ്പോ നിയമസഭയിൽ പാസ്സാക്കുന്ന പല നിയമങ്ങളും, ഇടക്കാലത്ത് കൊണ്ടുവന്ന പല തിരുത്തലുകളും, പല കൂട്ടിയോജിപ്പിക്കലുകളൊക്കെ ഇതുപോലെയുള്ള പ്രഷർ ഗ്രൂപ്പിന്റെ പ്രഷർ കൊണ്ടോ അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയനുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവരുടെ ഒരു സ്വഭാവം എന്താന്ന് ചോദിച്ചാല്, സമ്മർദ്ദ ഗ്രൂപ്പുകൾ ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് ഒന്നുകിൽ അവർക്ക് ഭരണ കേന്ദ്രത്തിലെ അവരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് താല്പര്യം ഉണ്ടായിരിക്കും, അവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ മറ്റൊന്ന്, അവരുടെ പിന്നെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന പല നേതാക്കന്മാരുണ്ടാവും, അവരെയും അവരെന്ത് ചെയ്യും, കീഴ്പ്പെടുത്തും. അല്ലെങ്കിൽ നിയമപരമായിട്ട് നിയമം കൈയാളുന്ന നിയമസഭയിലും അല്ലെങ്കിൽ മറ്റു എന്താ പറയാ ഉദ്യോഗസ്ഥ മേഖലകളിൽ, ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ മേഖലകളൊക്കെ അവർക്ക് ചെറിയ കണക്ഷനും പിടിപാടൊക്കെ ഉണ്ടാവും. ഈ പിടിപാടൊക്കെ ഉപയോഗിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ പതിയെ നേടിയെടുക്കും. ഇപ്പൊ നിയമസഭയിൽ എന്തെങ്കിലും ഒരു പുതിയ നിയമം കൊണ്ടുവരാൻ വേണ്ടി അവരെന്തെങ്കിലും പ്രഷർ കൊടുക്കും. അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന് പല നിയമങ്ങളും നടപ്പിലാക്കുന്ന സ്ഥലത്ത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് നിന്ന് പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി അവരെയും കൈക്കലാക്കും. അപ്പോൾ ആവശ്യമുള്ള ആളുകളെ അവരുടെ താല്പര്യം അനുസരിച്ച് കയ്യിലാക്കി കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ പിന്നെ പ്രഷർ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേച്ചർ, സ്വഭാവം അതാണ്. അതിൽ MLA-മാരോ MP-മാരോ മന്ത്രിമാരോ ഇവരൊക്കെ കയ്യിലാക്കാം, രാഷ്ട്രീയ പാർട്ടികളെ കയ്യിലാക്കാം, അതുപോലെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ കയ്യിലാക്കാം. അവരൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ആ പ്രഷർ ഗ്രൂപ്പിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും അവരുടെ നേച്ചർ. ഇതാണ് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ.